everyone, welcome to another video of Success Academy's YouTube channel. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 2023 ജനുവരി 12-ാം തീയതി നടന്ന GD എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെയിം ഡേയിൽ സെക്കൻഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 30 men cut 50 trees in 10 hours. If 10 men leave the job, how many trees will be cut in 15 hours? 30 പേര് 10 മണിക്കൂറും കൊണ്ട് 50 മരങ്ങളാണ് മുറിക്കുന്നത്. ഇതിൽ നിന്ന് 10 പേര് പോയി കഴിഞ്ഞാൽ 15 മണിക്കൂറും കൊണ്ട് ഇവർ എത്ര ട്രീസ് മുറിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ടൈം ആൻഡ് വർക്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? N1 T1 ഡിവൈഡഡ് ബൈ W1 ഇസ് ഈക്വൽ ടു N2 T2 ഡിവൈഡഡ് ബൈ W2. ഇതിൽ N എന്ന് പറയുന്നത് എന്താണ്? എത്ര പേരാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ് N. T എന്ന് പറയുന്നത് സമയം, W എന്ന് പറയുന്നത് എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താ? മരങ്ങൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വർക്ക്. അപ്പോൾ എത്ര മരങ്ങൾ കട്ട് ചെയ്തു എന്നുള്ളതായിരിക്കും W1ൻ്റെ വാല്യൂ. W1 എത്ര വരിക? 50 ആണ് വരിക. ബാക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N1 എന്ന് പറയുന്നത് 30 പേരാണ്. എത്രയാണ് സമയം? 10 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു N2 എന്ന് പറയുന്നത് 10 പേര് പോയി. ആദ്യം 30 ആയിരുന്നു, 10 പേര് പോയി കഴിഞ്ഞ് ഇപ്പോൾ എത്രയുണ്ട്? 20 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 15 hours ആണ് ഡിവൈഡഡ് ബൈ W2. 0യും 0യും കട്ട് ചെയ്തു. 2 × 15 30 ആണ്. അപ്പോൾ ആ 30യും ഇതും കട്ട് ചെയ്യുമ്പോൾ എത്ര വന്നു? W2 ഇസ് ഈക്വൽ ടു 50. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എത്ര മരങ്ങൾ തന്നെയാണ് മുറിക്കുന്നത്? 50 മരങ്ങൾ തന്നെയാണ് മുറിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, a sum of rupees P was borrowed and paid back in 2 equal yearly installments, each of rupees 35,280. If the rate of interest was 5% per annum and interest is compounding annually, then the value of P is. എത്രയോ രൂപ നമ്മൾ കടം എടുത്തു, എന്നിട്ട് എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നത്? ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ്, 2 വർഷത്തെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് അടയ്ക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 5% ആണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇക്വേഷനൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതികൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഒന്നല്ലെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് കണ്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രീ മെത്തേഡ് ഉണ്ട്. പിന്നുള്ളതാണ് സക്സസീവ് ചേഞ്ച് മെത്തേഡ്. സക്സസീവ് ചേഞ്ചിൽ എങ്ങനെയാണ് വരിക? 5%നെ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 1/20 എന്നല്ലേ വരിക. പ്രിൻസിപ്പിളിൻ്റെയും എമൗണ്ടിൻ്റെ റേഷ്യോ എങ്ങനെ വരും? പ്രിൻസിപ്പിൾ 20 ആണെങ്കിൽ അത് ഡിനോമിനേറ്റർ നമ്മൾ പ്രിൻസിപ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര വരും? 20 + 1 21. ഇത് ആദ്യത്തെ വർഷം, ഇത് രണ്ടാമത്തെ വർഷം. ഇനി നമുക്കിവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ലേ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ വർഷത്തെ 20 21 തന്നെ ഇടുക. രണ്ടാമത്തെ വർഷത്തെ എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം. അപ്പോൾ 20 സ്ക്വയർ 21 സ്ക്വയർ. ഇനി 3 വർഷത്തെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമായിരുന്നു? 20 എടുക്കുക, 20 ക്യൂബ് 21 ക്യൂബ്, അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 വർഷമുള്ളൂ. അപ്പോൾ ഇവിടെ വരെ ചെയ്താൽ മതി. അപ്പോൾ എത്ര വാല്യൂ വരിക? ആദ്യത്തത് 20 21, രണ്ടാമത്തത് 20 സ്ക്വയർ എന്ന് പറയുന്നത് 400, 21 സ്ക്വയർ 441. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ ഇത് ഈക്വൽ ആക്കണമല്ലോ. ആദ്യത്തെ കേസിൽ 21, രണ്ടാമത്തെ കേസിൽ 441. അപ്പോൾ ഇതിനെ 441 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു 21. ഇവിടെ 21 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 21 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 420, 400, 441, 441. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്ര വന്നു? 820. 420 + 400. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 420 + 400 എന്ന് പറയുന്നത് 820 ആണ്. 820 യൂണിറ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇനി 441ൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 35,250 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതിയ പ്രകാരം 441 ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തുക. അപ്പോൾ 441 എന്ന് പറയുന്നത് എത്രയാണ്? 35,280. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 80 വരും. നമുക്ക് പ്രിൻസിപ്പിൾ അല്ലേ വെച്ചേക്കുന്നത്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 820 യൂണിറ്റ് ആണ്. അപ്പോൾ 820 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 820 × 80 എത്ര വരും? 65,600 രൂപ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If the difference between compound interest compounding annually and simple interest on a certain sum at 10% per annum for 2 years is rupees 464, then find the sum invested. ഒരു സം ഉണ്ട്, അത് നമ്മൾ 2 രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റും.
2 വർഷത്തേക്ക് 10% വെച്ചിട്ടാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും തമ്മിലുള്ള ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് എത്ര? 464. അങ്ങനെയാണെങ്കിൽ എത്രയാണ് സം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10% വെച്ച് 10% വെച്ചിട്ട് 2 വർഷത്തേക്കാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇഫക്റ്റീവ് റേറ്റ് കാണാം? ഇഫക്റ്റീവ് റേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A+B + AB ഡിവൈഡഡ് ബൈ 100. എത്ര വരും? 10 + 10 + 10 × 10 ഡിവൈഡഡ് ബൈ 100. എത്ര പെർസെൻറ്റേജ് വന്നു? 21% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2 വർഷത്തേക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെ വരിക? 2 വർഷത്തേക്ക് 10%. നേരെ 2 × 10 20% ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്ര വന്നു? 21 - 20% എന്ന് പറയുന്നത് 1%. 1%ൻ്റെ വാല്യൂ ആണ് എത്ര? ഇവിടെ നമ്മൾ ഡിഫറൻസിലെ 464. അപ്പോൾ 1% എന്ന് പറയുന്നത് 464. പ്രിൻസിപ്പിളിന് എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ 1% 464 ആണെങ്കിൽ 100% എത്ര വരും? 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 464 0 0. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The marked price of an item is 25% more than the cost price. What should be the discount on the selling price to earn 10% profit? ഒരു കമ്മോഡിറ്റിയുടെ ഒരു സാധനത്തിൻ്റെ മാർക്ട് പ്രൈസിനേക്കാളും 25% കൂട്ടിയിട്ടാണ് കോസ്റ്റ് പ്രൈസിനേക്കാളും 25% കൂട്ടിയിട്ടാണ് മാർക്ട് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10% പ്രോഫിറ്റും വേണം. 10% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് കൊടുക്കേണ്ടതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ട് പ്രൈസ് എന്ന് ഈ ഓർഡറിൽ എഴുതാം. ഇനി മാർക്ട് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും 25% കൂടുതൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്ട് പ്രൈസ് 125 ആയിരിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 25 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4:5. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാവുന്നത് 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എത്രയാണ് വരിക? 1/4 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ മാർക്ട് പ്രൈസ് 25% കൂടുതൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ എത്ര വരും? 4 + 1 = 5. മനസ്സിലായില്ലേ? ഇപ്പോൾ 25%-നെ 1/4 എന്നാണ് നമ്മൾ ഫ്രാക്ഷൻ ഇട്ട് എഴുതുക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമ്മൾ 4 ആക്കി എടുത്തു കഴിഞ്ഞാൽ മാർക്ട് പ്രൈസ് എന്ന് പറയുന്നത് 4 + 1 5 വരും. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് 10% ആണ്. പ്രോഫിറ്റ് 10% എന്ന് പറയുമ്പോൾ 10%-നെ എങ്ങനെ എഴുതാം? 1/10 ആയിട്ട് എഴുതാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്. ഇതാണ് 1/10 നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വന്നു? കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് 10, അതാണ് എത്ര? 11. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വന്നു? 11 വന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമുക്ക് നേരെ എങ്ങനെ എഴുതാം? 10% എന്ന് കണ്ടു കഴിഞ്ഞാൽ 10% എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 + ന്യൂമറേറ്റർ 11. ഇങ്ങനെയാണ് നമ്മൾ വേഗം എഴുതുക. ഇനി എന്താ വേണ്ടത്? ഫസ്റ്റത്തെ ലൈനിൽ കോസ്റ്റ് പ്രൈസ് 4 ആണ്, രണ്ടാമത്തതിൽ 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈക്വൽ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര വന്നു? 40. ഇവിടെ 4 × 11 44, 10 × 5 50. ഡിസ്കൗണ്ട് ആണല്ലോ ചോദിച്ചേക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്ട് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഇത് എത്ര വന്നു? ഇവിടെ എന്ന് പറയുന്നത് 6 ആണ് ഡിഫറൻസ്. അപ്പോൾ 6 യൂണിറ്റ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൽ ചോദിച്ചേക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100-ലാണ് പറയുക. 50 × 2 ചെയ്യുമ്പോഴാണ് 100% വരുന്നത്. അതുപോലെ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 6 × 2 ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 12%. നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് കിട്ടി? 12%. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The weight of a baby is increased from 3.2 kg to 6 kg in 3 months. The percentage increase in the weight of the baby is. ഒരു ബേബിയുടെ വെയിറ്റ് 3.2 kg നിന്ന് 6 kg ആയിട്ട് കൂടിയെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം. നമ്മളെങ്ങനെ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാം? പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് 6 - 3.2 ഡിവൈഡഡ് ബൈ 3.2, അതായത് ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ഡിവൈഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര വരിക?
2.8 ഡിവൈഡ് ബൈ 3.2 ഇൻറ്റു 100 ആണ്. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 7/8 ഇൻറ്റു 100. എഗെയിൻ 4 വെച്ച് കട്ട് ചെയ്തു. 7 ഇൻറ്റു 25 എന്ന് പറയുന്നത് 175 ആണ്. 170/2 എന്ന് പറയുന്നത് 87.5%. അത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Munaf and Surya start simultaneously at the same point on a circular track and run along the track in the same direction. The point on the track at which they meet for the 31st time is the same as that at which they meet for the 43rd time. If the ratio of the speed of the faster boy to the slower boy is n:1, where n is a natural number, which of the following is not a possible value of n? രണ്ടുപേരുണ്ട്, മുനാഫും സൂര്യയും ഒരു സർക്കുലർ ട്രാക്ക് കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവർ ഒരേ സമയത്ത് ഒരേ പോയിന്റിൽ നിന്ന് ഒരേ ഡിറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേര്, അപ്പോൾ നമ്മൾ എയും ബിയും എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരും ഒരേ ഡിറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഇവർ 31ാമത്തെ ടൈം മീറ്റ് ചെയ്യുന്നതും 43ാമത്തെ തവണ മീറ്റ് ചെയ്യുന്നതും ഒരേ പോയിന്റിലാണ്. അപ്പോൾ 31ാമത്തെ തവണ ഈ പോയിന്റിൽ മീറ്റ് ചെയ്തെങ്കിൽ ഇതേ പോയിന്റ് തന്നെയാണ് ഇവർ വീണ്ടും സഞ്ചരിച്ച് കറങ്ങി 43rd ടൈമിലും മീറ്റ് ചെയ്യുന്നത്. 43rd ടൈമിലും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? 43യുടെയും 31ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. ഇനി നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് n:1. ഒരു സെയിം ഡിറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ വരിക? ആദ്യത്തെ ആളുടെ അല്ലെങ്കിൽ സ്പീഡ് കൂടിയ ആളുടെ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ സെയിം ഡിറക്ഷനിലാവുമ്പോൾ SA മൈനസ് SB എന്നാണ് വരിക. അപ്പോൾ ഇവിടെ അതെങ്ങനെ വരും? n-1. ഇനി ഈ n-1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 12ൻ്റെ ഫാക്ടർ ആയിരിക്കണം. അത്തരത്തിലുള്ള n-ൻ്റെ വാല്യൂസ് മാത്രമാണ് നമുക്ക് പോസിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഓരോ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, ഇപ്പോൾ സ്പീഡ് കൂടിയ ആളുടെ n അത് 6 ആണെങ്കിൽ 6 - 1 5 വന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എത്രയാണ്? 5 ആണ്. 5 - 1 4. മൂന്നാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 3 - 1 2. നാലാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 4 - 1 3. നോക്കിക്കേ, ഇതിൽ 4ഉം 2ഉം 3യും എന്താണ്? 12ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ 5 12ൻ്റെ മൾട്ടിപ്പിളാണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 6 എന്ന് പറയുന്ന വാല്യൂ n-ന് പോസിബിൾ അല്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് n-ന് പോസിബിൾ അല്ലാത്ത വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ഓപ്ഷൻ എ 6 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്റ്റോർ ആൻ ഐറ്റം വിത്ത് ആൻ MRP ഓഫ് ₹28,500 is available at a discounted price of ₹27,645. What is the percentage of discount given on that item? ഒരു ഐറ്റത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 28,500 രൂപ. സെല്ല് ചെയ്യുന്നത് എത്രയിലാണ്? 27,645. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാം? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 28,500 മൈനസ് 27,645 ഡിവൈഡഡ് ബൈ 285,00 ഇൻറ്റു 100. 0യും കട്ട് ചെയ്തു. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക? 855 ഡിവൈഡ് ബൈ 285 ആണ്. അപ്പോൾ 285 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 258 ഇൻറ്റു 285 ഇൻറ്റു 3 ആണ് എത്ര? 855. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് ലഭിച്ചിരിക്കുന്നത്? 3%. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ HCF ഓഫ് 4/5, 8/15, 2/35? ഈ മൂന്ന് ഫ്രാക്ഷൻസിൻ്റെ HCF ആണ് കാണുന്നത്. ഫ്രാക്ഷൻസിൻ്റെ HCF എങ്ങനെയാണ് നമ്മൾ കാണുക? HCF ഇസ് ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ HCF കാണുന്നത്. ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ HCF എത്ര വരിക? 2 ആണ് വരിക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. 2, 4, 1. ഇനി ഇത് 2ഉം 4ലും 1ലും വേറെ കോമൺ ആയിട്ടൊന്നും വരുന്നില്ലല്ലോ.
അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 2 ആണ്. ഇനി LCM 5, 15, 35. ഇത് മൂന്നെണ്ണത്തിലും 5 കോമൺ ആണ്. അപ്പോൾ 1, 3, 7. അപ്പോൾ LCM എങ്ങനെയാണ്? LCM is equal to 5 × 3 × 7. പുറത്തെടുക്കുന്ന എല്ലാ വാല്യൂസും. അപ്പോൾ 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. 15 × 7 105 ആണ്. അപ്പോൾ ടോട്ടൽ HCF എന്ന് പറയുന്നത് എത്രയാണ്? 2 / 105. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. Suman buys 40 kg of wheat at rupees 12.50 per kg and 30 kg of wheat at rupees 14 per kg. At what rate per kg should he sell the mixture to gain 5% on the whole? എന്താണ്? 2 ടൈപ്പ് വീറ്റ് ഉണ്ട്. ഒന്നിന് 45 കിലോയ്ക്ക് 1 കിലോയ്ക്ക് 12.5 രൂപയാണ്. അങ്ങനെ 40 കിലോ മേടിച്ചു. രണ്ടാമത്തത് 1 കിലോന് 14 രൂപയാണ്. അതുപോലെ 30 kg മേടിച്ചു. എന്നിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് ഏത് സെല്ലിംഗ് പ്രൈസിൽ വിറ്റാലാണ് നമുക്ക് 5% പ്രോഫിറ്റ് കിട്ടുകയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. അലിഗേഷനിൽ എങ്ങനെ നമ്മൾ എഴുതാം? 1 kgക്ക് 12.5 രൂപയാണ്. അങ്ങനെ എത്ര kg മേടിച്ചു? 40. ഇവിടെയാണെങ്കിലോ 1 kgക്ക് 14, 30 kg മേടിച്ചു. 0യും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് നടുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. അതെങ്ങനെ കാണാം? 12.5 × 4 പ്ലസ് 14 × 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 4 + 3 7. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടുക? 50 + 42 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 13.14 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ 13.14 എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസാണ്. മിക്സറിൻ്റെ കോസ്റ്റ് പ്രൈസാണ് 13.15. ഇനി 5% പ്രോഫിറ്റ് ആണ് വേണ്ടത്. 5%നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുക? 5% is equal to 1/20 ആണ്. നമ്മൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ 1/20 എന്ന് എഴുതി കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എത്ര വരും? കോസ്റ്റ് പ്രൈസ് 20 വരും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 + 1 21. ഇതെങ്ങനെ വന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എത്ര? 13.14. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 13.14 ഡിവൈഡഡ് ബൈ 20 ആണ്. നമുക്ക് എത്ര യൂണിറ്റാണ് കാണേണ്ടത്? 21 യൂണിറ്റ് ആണ്. 21 യൂണിറ്റ് എന്ന് പറയുന്നത് 13.14 ഡിവൈഡ് ബൈ 20 × 21. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ 13.8 എന്നാണ് വരിക. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In an election between two candidates, one who gets 64% of the votes polled is elected by a majority of 4,340 votes. What is the total number of votes polled considering that all the polled votes are valid? രണ്ടുപേരും നമ്മുടെ ഇലക്ഷനാണ്. അതിലൊരാൾക്ക് എത്ര വോട്ട് കിട്ടി? 64% കിട്ടി. അപ്പോൾ മറ്റേ ആൾക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ടോട്ടൽ 100% ആണ്. അതിൽ 64% ആദ്യത്തെ ആൾക്ക് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്രയായിരിക്കും കിട്ടുക? 100 - 64 എത്രയാണ്? 36% രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 64% കിട്ടിയ ആൾ 4340 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഈ 36% കിട്ടിയ ആളിനേക്കാളും എത്ര കൂടുതലാണ്? 36% വോട്ട് കിട്ടിയ ആളിനേക്കാളും 4340 വോട്ട് കൂടുതലാണ് 64% കിട്ടിയ ആളുടെ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? 64 - 36 ആണ് എത്ര? 4340. ഇത് എന്താണ് മൈനസ് ചെയ്യുമ്പോൾ എത്ര വാല്യൂ വരാം? 28% ആണ് 434. അപ്പോൾ 1% എന്ന് പറയുന്നത് എത്ര വരും? 434 ഇൻറ്റു ഇത് 1%. നമുക്ക് കാണേണ്ടത് 100% ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ എത്ര വരിക? 7 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 155.00. ഇതാണ് ആൻസർ. ടോട്ടൽ 100% എന്ന് പറയുന്നത് 155.00 15,500. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. എ സിലിണ്ടർ ടാങ്ക് ഹാസ് എ കപ്പാസിറ്റി ഓഫ്
5632 meter cube. If the diameter of its base is 8 meter, what is the depth of the cylindrical tank? Cylindrical tankൻ്റെ വോളിയം തന്നിട്ടുണ്ട് 5632 മീറ്റർ ക്യൂബാണ്. ഇതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് എത്രയാണ്? 8 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, ആ ടാങ്കിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ വോളിയം കാണുന്ന ഇക്വേഷൻ ഏതാണ്? വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ആരുടെ വോളിയം? സിലിണ്ടറിൻ്റെ വോളിയം. വോളിയം തന്നിട്ടുണ്ടല്ലോ എത്രയാണ്? 5632 ഈക്വൽ ടു 22/7. റേഡിയസ് തന്നിട്ടില്ല, പകരം ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 8 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? അതിൻ്റെ പകുതി 4. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 11 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 5 1 2 അഗെയിൻ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 256 വരും. 4 ഇൻറ്റു 4 16 ആണ്. 16 ഇൻറ്റു 16 ആണ് 256. ഇവിടെ എത്ര വരും? 16 is equal to h/7 എന്ന് വരും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 16 ഇൻറ്റു 7 112. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്തത്, എ 5-digit number 32054 is divisible by 11. If the digits are rearranged in increasing order, then the new number which is formed will be divisible by. ഇത് തന്നിരിക്കുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അസെൻഡിങ് ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് കിട്ടുന്ന നമ്പർ ഏത്, ഇത് ഓപ്ഷനിൽ തന്നേക്കുന്ന ഏതായിട്ടാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത് ഇതാണ് വെച്ചേക്കുന്നത്. നമ്മളെങ്ങനെ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക? 0 2 3 4 5. അപ്പോൾ ലാസ്റ്റ് നമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇതെന്തായാലും 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി 5 ആണ് ആൻസർ. അടുത്തത്, the length of a rectangle is 3 times its breadth. If its length is decreased by 7 cm and breadth is increased by 7 cm, its area is increased by 21 cm square, then the length of the first rectangle is. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയാണ്. ഇനി ലെങ്ത് എന്ത് ചെയ്തു? രണ്ടാമത്തെ കേസിൽ ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ കുറച്ചു, ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്റർ കൂട്ടി. ഇങ്ങനെയാണെങ്കിൽ ഏരിയയിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ, അതായത് നമ്മൾ 7 സെൻറ്റിമീറ്റർ കുറയ്ക്കുന്നതിനേക്കാളും മുന്നേ ഉള്ള ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് വെച്ചേക്കുന്നത്. അപ്പം ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ എങ്ങനെ വരും? ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ അതിൻ്റെ 3 ടൈംസ് ആണ് ആര്? ലെങ്ത്ത്. അപ്പോൾ 3x. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര വന്നു? 3x² ആണ് ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ 3x ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 3x². രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ കുറച്ചു, ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്റർ കൂട്ടി. അപ്പോൾ ഉണ്ടാവുന്ന ഏരിയ എന്താണ്? നേരത്തെ ഏരിയയിനേക്കാളും 21 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടി. അപ്പോൾ ആദ്യം 3x² ആയിരുന്നു, ഇപ്പോൾ 3x² പ്ലസ് 21 കൂടി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ 3x² പ്ലസ് 21x മൈനസ് 7x മൈനസ് 49 ഇസ് ഈക്വൽ ടു 3x² പ്ലസ് 21. 3x² 3x² കട്ട് ചെയ്തു. 21xൽ നിന്ന് 1x കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 7x കുറച്ചാൽ എത്രയാണ്? 14x ഈക്വൽ ടു 21 പ്ലസ് 49. അപ്പോൾ 14x എന്ന് പറയുന്നത് എത്രയാണ്? 70. 14x 70 ആണെങ്കിൽ 1x എത്രയാണ്? 5 ആണ് അല്ലേ? 14 ഇൻറ്റു 5 ആണ് 70. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടുള്ളൂ? ബ്രെഡ്ത്ത് ആയിട്ടുള്ളൂ. നമ്മളോട് ചോദിച്ചേക്കുന്നത് ആരെയാണ്? ലെങ്ത്തിനെയാണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 3x. 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 ഈക്വൽ ടു 15. അതാണ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽസ് ദ നമ്പേഴ്സ് 36, 48 ആൻഡ് 90. ഇത് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണുന്നത്? എ ബി സി 4 സംഖ്യകൾ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ a/b വിൽ ബി ഈക്വൽ ടു c/d. ഇവിടെ എങ്ങനെ വരിക? 36/48 ഇസ് ഈക്വൽ ടു 90/d. ഇതിനെ 12 വെച്ചിട്ട് കട്ട് ചെയ്താൽ 3 4. 3 വെച്ചിട്ട് 90 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30. അപ്പോൾ ലാസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് എത്ര വന്നു? 4 ഇൻറ്റു 30 120. ഓക്കെ അല്ലേ? അടുത്തത്, the average of 9 numbers is 15. If the average of the first 5 number is 13 and the average of last 5 number is 17,
ദെൻ വാട്ട് ഈസ് ദ ഫിഫ്ത്ത് നമ്പർ? 9 സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 9 സംഖ്യകളുടെ ആവറേജ് 15 ആണ്. അതിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ആവറേജ് എത്രയാണ്? 13. ലാസ്റ്റത്തെ 5 സംഖ്യകളുടെ 17. അപ്പോൾ ഇതിൽ ഒരു സംഖ്യ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ 5 + 5 10ആയി. ശരിക്കും എത്ര നമ്പേഴ്സേ ഉള്ളൂ? 9 നമ്പറുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നേക്കുന്ന നമ്പർ, ഓവർലാപ്പ് ചെയ്ത് വന്നേക്കുന്നത് 5th നമ്പറാണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഡീവിയേഷൻ മെത്തേഡിലാണ്. 9 എണ്ണത്തിൻ്റെ ആവറേജ് 15, 5 എണ്ണത്തിൻ്റെ 13 ആണ്. അപ്പോൾ എത്ര ഡീവിയേഷൻ? ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 - 15 = -2 ആണ് ഒരെണ്ണത്തിൻ്റെ ഡീവിയേഷൻ. എത്ര സംഖ്യകളുണ്ട് ഇവർ? 5 പേരുണ്ട്. അപ്പോൾ × 5. ഇവിടെയാണെങ്കിലോ 17 - 15 2 ആണ് ഇവിടെ എന്ത് ആവറേജ് എന്നുള്ള ഡീവിയേഷനാണ് പറയുന്നത്. ഇവിടുത്തെ ആവറേജ് 13 ആണ്, ആക്ച്വൽ ആവറേജ് 15 ആണ്. അപ്പോൾ 13 നിന്ന് 15ലേക്കുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് -2 ആണ്. 17 നിന്ന് 50ലേക്കുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് +2 ആണ്. × 5. അപ്പോൾ എത്ര വന്നു? ഇവിടെ -10 വന്നു, ഇവിടെ +10 വന്നു. അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ എത്രയായി? -10 + 10 = 0 ആണ്. അപ്പോൾ നമ്മുടെ 5th നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ആവറേജിന് ഈക്വൽ ആണ്. 5th നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. കാരണം നമുക്ക് ഡീവിയേഷൻ കിട്ടിയേക്കുന്നത് 0 ആണ്. സപ്പോസ് നമുക്കിപ്പോൾ ഡീവിയേഷൻ ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയത് ഒരു -3 എന്നുള്ള വാല്യൂ ആണെങ്കിൽ ഈ 5th നമ്പർ എന്ന് പറയുന്നത് എന്ത് വന്നേനെ? നമ്മുടെ ശരിക്കുള്ള ആവറേജ് 15 - 3 = 12 എന്ന് വന്നേനെ. ഇനി -3ക്ക് പകരം ഇനി +4 ആയിരുന്നു വിചാരിക്കുക. നമുക്ക് ഡീവിയേഷൻ വന്നത് +4 ആണെങ്കിൽ ഈ 5th നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 15 + 4 19 ആയിരിക്കും 5th നമ്പർ. ഇവിടെ ഡീവിയേഷൻ 0 ആണ് വന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട. നമ്മുടെ 5th നമ്പർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ ആവറേജ് ആയിട്ടുള്ള 15 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 ഈവൻ നമ്പേഴ്സ്? ആദ്യത്തെ 6 ഇരട്ട സംഖ്യകളുടെ ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? n തന്നെയാണ്. അതുപോലെ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? n + 1. അപ്പോൾ ഇവിടുത്തെ എത്രയാണ് n എന്ന് പറയുന്നത്? ആദ്യത്തെ 6 ഇരട്ട സംഖ്യകളുടെയാണ്. അപ്പോൾ എത്രയായിരിക്കും ആവറേജ്? 6 + 1 7 ആയിരിക്കും ആവറേജ്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ 6 ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 6 2 4 6 8 10 12 6 എണ്ണമായില്ലേ? ഇതിൻ്റെ ആവറേജ് എങ്ങനെ കാണാം? ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയുള്ള സംഖ്യകളാണെങ്കിൽ, അതായത് ഈക്വൽ വാല്യൂസാണ് ആഡ് ചെയ്ത് പോകുന്നതെങ്കിൽ, ഇവിടെ ഇപ്പോൾ 2 അല്ലേ ആഡ് ചെയ്യുന്നത്? 2 + 2 4 4 + 2 6. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ്. അപ്പോൾ അത്തരം സീരീസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 2. സെക്കൻഡ് നമ്പർ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 14/2 = 7. അപ്പോഴും നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? 7 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ n + 1 എടുക്കുക. ഓടാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 തന്നെയായിരിക്കും. അപ്പോൾ ഈ കേസിൽ എത്രയാണ് ആൻസർ? 7. മനസ്സിലായല്ലോ. അടുത്തത്, ഇൻ എ മിക്സ്ചർ ഓഫ് 60 liters the ratio of milk and water is 2:3. What amount of water must be added to make the ratio of milk and water 1:2? 60 ലിറ്റേഴ്സ് ഉള്ള ഒരു മിക്സ്ചറാണ്. മിക്സ്ചറിൽ എന്തൊക്കെയാണുള്ളത്? മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ മിൽക്ക് ഈസ് ടു വാട്ടർ എന്ന് പറയുന്നത് 2:3 ആണ്. ഇനി വാട്ട് എമൗണ്ട് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ്? എത്ര വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്? എന്തിന്? ഈ റേഷ്യോ 1:2 ആക്കാനായിട്ട്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. വാട്ടർ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിൻ്റെ റേഷ്യോയിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ മാറ്റം വരരുത്. നമ്മൾ എഴുതുമ്പോഴും സെയിം ആയിട്ട് നിൽക്കണം. പക്ഷെ ഇത് സെയിം ആണല്ല. ആദ്യത്തെ കേസിൽ മിൽക്ക് എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ കേസിലെ റേഷ്യോയിൽ അത് 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കണം? മിൽക്ക് രണ്ട് സൈഡിലും രണ്ട് കേസിലും സെയിം ആക്കണം. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? × 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര വന്നു? 2:3. രണ്ടാമത്തെ കേസിൽ 2:4. ഇപ്പോൾ മിൽക്ക് കറക്റ്റ് ആയല്ലോ. കാരണം നമ്മളോട് വാട്ടർ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. വാട്ടർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. മിൽക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. അപ്പോൾ എത്ര യൂണിറ്റാണ് വാട്ടർ ആഡ് ചെയ്തേക്കുന്നത്? 1 യൂണിറ്റാണ് വാട്ടർ ആഡ് ചെയ്തേക്കുന്നത്.
ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 2 + 3 5 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. ആക്ച്വൽ ടോട്ടൽ വാല്യൂ എത്രയാണ്? 60 ലിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ലിറ്റേഴ്സ് ആണ് ഒരു യൂണിറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര തന്നെയായിരുന്നു? 1 യൂണിറ്റ് ആണ്. അപ്പോൾ എത്ര ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്? 12 ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്തത്, എ പേഴ്സൺ ക്യാൻ ഡ്രോ 88 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 11 hours ആൻഡ് 72 കിലോമീറ്റേഴ്സ് അപ് സ്ട്രീം ഇൻ 12 hours. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട്? ഒരാൾക്ക് ഡൗൺ സ്ട്രീമിൽ പോവുകയാണെങ്കിൽ 11 മണിക്കൂറും കൊണ്ട് 88 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ പറ്റും. അതേസമയം അപ് സ്ട്രീമിലാണ് പോകണമെങ്കിൽ 12 മണിക്കൂറിൽ 72 കിലോമീറ്റർ ആയിരിക്കും കവർ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ആര് കാണേണ്ടത്? കറണ്ടിൻ്റെ സ്പീഡാണ് കാണേണ്ടത്. ബോട്ട് ആൻഡ് സ്ട്രീമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എങ്ങനെ എഴുതാം? USDC. ഇതിൽ U എന്ന് പറയുന്നത് അപ് സ്ട്രീം സ്പീഡാണ്, D എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സ്പീഡാണ്, S സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ്, C കറണ്ടിൻ്റെ സ്പീഡ്. അപ്പോൾ എസും സിയും ഇങ്ങനെയാണെങ്കിൽ അപ് സ്ട്രീം എന്തായിരിക്കും? നമ്മൾ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ സ്പീഡ് കുറവായിരിക്കും. എത്രയൊക്കെ സ്പീഡ് വരിക? S - C എന്നാണ് വരിക. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ ഒഴുക്കിൻ്റെ ഒപ്പമാണ്. അപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. ഡൗൺ സ്ട്രീം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് S + C ആയിരിക്കും. അതേപോലെ തന്നെ USDC. യുവും ഡിയും തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കാണുക? സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് U + D / 2 ആണ്. കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് D - U/2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും USDCയുടെ വാല്യൂ വരിക? അപ് സ്ട്രീമിൽ എന്താ പറഞ്ഞേക്കുന്നത്? 72 കിലോമീറ്റർ 12 മണിക്കൂറും കൊണ്ട്. അപ്പോൾ എത്രയാണ് സ്പീഡ് വരുന്നത്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ ഇൻ 12 hours. എത്ര വന്നു? 6 ആണ് അപ് സ്ട്രീമിലെ സ്പീഡ്, 6 km/h. ഡൗൺ സ്ട്രീമിലാണെങ്കിലോ 88/11, 8 km/h. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്പീഡ് ഓഫ് ദ കറണ്ട്. സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? D - U/2. D - U/2. 2/2 = 1 km/h ആണ് എന്ത്? കറണ്ടിൻ്റെ സ്പീഡ്. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Kabil and Prakash together can do a piece of work in 45 days. Prakash and Pihu together can do it in 60 days. Kabil and Pihu together can do it 60 days. In how many days will Kabil, Prakash and Pihu finish it together? ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ്? കപിലും പ്രകാശും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം? 45 days വേണം. അതേപോലെ പ്രകാശും പീഹു ആണെങ്കിൽ 60 days, കപിലും പീഹു ആണെങ്കിൽ എത്ര തന്നെയാണ്? 60 days ആണ്. ഇങ്ങനെയാണെങ്കിൽ കപിലും പ്രകാശും പീഹുവും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാം? കപിലിന് എ എന്നും പ്രകാശിന് പി എന്നും പീഹുവിന് സി എന്നും എടുക്കുകയാണെങ്കിൽ A + B വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? 45 days വേണം. B + C ആണെങ്കിലോ 60 days, A + C ആണെങ്കിലും 60 days അല്ലേ? അപ്പോൾ 45ൻ്റെയും 60ൻ്റെയും LCM ആണല്ലോ നമ്മൾ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. എത്ര LCM? 180 ആണ് LCM. അപ്പോൾ ഇവിടെ 45 × 4 ആണ് 180, 60 × 3 60 × 3. അപ്പോൾ ടോട്ടൽ A + B = 4. ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ്. A + B = 4, B + C = 3, A + C = 3. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? 2 A ഉണ്ട്, 2 B ഉണ്ട്, 2 C ഉണ്ട്. അപ്പം എങ്ങനെ വരും? 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2A + B + C = 10. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ A + B + Cയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര വരെ? എഫിഷ്യൻസി 10/2 = 5 ആണ് ടോട്ടൽ എഫിഷ്യൻസി എയുടെയും ബിയുടെയും സിയുടെയും കൂടിയിട്ട്. നമ്മൾ ടോട്ടൽ വർക്ക് എത്രയായിട്ട് എടുത്തേക്കുന്നത്? 180. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. 180/5 എന്ന് പറയുന്നത് എത്ര വരും? 36 days. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Shashi buys an old refrigerator for ₹12,000 and spends ₹1,000 on its repair. If he sells the refrigerator for ₹15,000, then his gain percentage is. ശശി ഒരു പഴയ റെഫ്രിജറേറ്റർ എത്ര രൂപയ്ക്ക് മേടിച്ചു?
12,000 രൂപയ്ക്ക് മേടിച്ചിട്ട് അതിൽ കുറച്ച് റിപ്പയറിംഗ് വർക്കൊക്കെ നടത്തി എത്ര രൂപയ്ക്ക് 1,000 രൂപയ്ക്ക്, എന്നിട്ട് 15,000 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയാണ് ആ ലാഭ പെർസെൻറ്റേജ് എന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര വരിക? ആദ്യം 12,000 രൂപയ്ക്ക് മേടിച്ചു, കൂടാതെ ഒരു 1,000 രൂപയ്ക്കുള്ള റിപ്പയറിംഗ് വർക്കും കൂടി ചെയ്തല്ലോ. പുള്ളിക്ക് ആകെ ചിലവഴിക്കുന്നത് 13,000 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര വരും? 15,000 മൈനസ് 13,000 എത്രയാണ്? 2,000 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 13,000 ഇൻറ്റു 100. 0യും 0യും കട്ട് ചെയ്തു. ഇവിടെ 2,000 അല്ലേ വരിക? ഒരു 0യും കട്ട് ചെയ്തു. അപ്പോൾ എത്ര വരുന്നു? 200 ബൈ 13 എന്ന് വന്നു. 13 ഇൻറ്റു 15 എത്രയാണ്? 195 ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? 15. അപ്പോൾ 13 ഇൻറ്റു 15 195. ബാക്കി എത്രയുണ്ട്? ഒരു 5ഉം കൂടി ഉണ്ട്. അപ്പോൾ 5 ബൈ 13. ഇത്രയാണ് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ലാഭം. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ 15. 5 ബൈ 13% ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയായിരുന്നു ഈ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.